നമസ്കാരം. ഇന്ന് ഒരു നാടോടി കഥയാണ് കേട്ടോ പറയാനുള്ളത്. തെക്കൻ പാട്ടുകളിലും വില്ലടിച്ചാൻ പാട്ടുകളിലും തിരുവിതാംകൂറിലെ നാടോടി കഥകളിലും കാണുന്ന ഒരു കഥാപാത്രമുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥാപാത്രം കള്ളിയങ്കാട്ട് നീലി. CV രാമൻപിള്ളയുടെ ചരിത്രാഖ്യായികമായിട്ടുള്ള മാർത്താണ്ഡവർമ്മ അതിൽ നീലി കടന്നു വരുന്നുണ്ട്. യക്ഷിയാണെങ്കിലും പഞ്ചവൻകാട്ടിലെ ഒരു അമ്പലത്തിൽ, ഒരു ക്ഷേത്രത്തിൽ കുടിയിരുത്തി മാതൃഭാവത്തിൽ നീലിയെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ വശ്യസൗന്ദര്യത്തിൻ്റെ മൂർത്തീഭാവമാണ് നീലി എന്നാണ് പറയുക. എന്നാൽ അവരൊരു രക്തദാഹിയായിട്ടുള്ള യക്ഷിയാണ് അല്ലേ. അപ്പോൾ ആ യക്ഷിയുടെ വാസസ്ഥലം എന്ന് കരുതുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചവങ്കാട് എന്ന ദേശത്താണ്. അവിടെയാണ് നീലി വിഹരിച്ചിരുന്നത്. മുട്ടോളം എത്തുന്ന മുടിയും വിടർന്ന കണ്ണുകളും ആരെയും മയക്കുന്ന വശ്യ സൗന്ദര്യവും ആ നാട്ടിലെ ചെറുപ്പക്കാരെയും വൃദ്ധരെയും ഒരുപോലെ മോഹിപ്പിച്ചിരുന്നു എന്നാണ് പറയുക. സ്ത്രീലമ്പടന്മാരായിട്ടുള്ള പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി മാറു പിളർന്ന് രക്തം ഊറ്റിക്കുടിക്കുന്ന ഉഗ്രരൂപമുള്ള യക്ഷിയായിട്ടാണ് നീലിയെ എപ്പോഴും കേട്ടിട്ടുള്ളത്. ഇപ്പോൾ കൊല്ലവർഷം 30കളിലെ പഴകന്നൂർ ദേശത്ത് വാണിരുന്ന ഒരു ദേവദാസിയായിട്ടുള്ള കാർവേണിയുടെ പുത്രിയാണ് അല്ലി. സുന്ദരിയായ അവൾ അവിടെയുള്ള ശിവൻ കോവിലിലെ പൂജാരിയായിട്ട് പ്രണയത്തിലാവുകയാണ്. പിന്നീട് അവരുടെ വിവാഹം നടക്കുന്നു. എന്നാൽ ദുർനടപ്പുകാരനായിട്ടുള്ള ഈ നമ്പി പണം മോഹിച്ചിട്ടാണ് അവളെ വിവാഹം ചെയ്തത്. മരുമകൻ്റെ ദുർനടപ്പിലും ധൂർത്തിലുമൊക്കെ വളരെയധികം വിഷമിച്ച് മനം നൊന്ത് കാർവേണി നമ്പിയെ വീട്ടിൽ നിന്നങ്ങ് അടിച്ച് പുറത്താക്കി ഒരു ദിവസം. അപ്പോൾ അല്ലിയും അദ്ദേഹത്തോടൊപ്പം വീട് വിട്ടിറങ്ങി. വഴിമധ്യേ സ്വന്തം മടിയിൽ തലവെച്ചുറങ്ങിയ അല്ലിയെ അയാൾ എന്താ ചെയ്തത്? ആഭരണങ്ങൾ മോഷ്ടിക്കാനായിട്ട് തലയിൽ കല്ലുകൊണ്ടടിച്ച് കൊന്ന് ആഭരണങ്ങളൊക്കെ മോഷ്ടിച്ച് അങ്ങ് പോയി. ഈ സമയം അല്ലിയെ തിരക്കി അതുവഴി വന്ന അനുജൻ നമ്പി ഈ രംഗം കണ്ട് തല തല്ലി മരിച്ചുത്രേ. അങ്ങനെ ഇവർ രണ്ടുപേരും പുനർജന്മമായിട്ട് ചോളരാജാവിൻ്റെ കുട്ടികളായി ജനിക്കുക, നീലനും നീലിയും. തുടർന്ന് രാജ്യത്തിലുടനീളം ഈ കുട്ടികളുടെ ജനനശേഷമാണ് ഉടനീളം ദുർനിമിത്തങ്ങൾ തന്നെ ദുർനിമിത്തങ്ങൾ. അങ്ങനെ പ്രധാനമായിട്ടും എന്താണെന്ന് വെച്ചാൽ കന്നുകാലികൾ രാത്രിയിൽ നഷ്ടപ്പെടുക. ഓരോ പ്രശ്നമൊക്കെ വെച്ച് നോക്കിയപ്പോൾ മനസ്സിലായി എന്താ ഈ കുട്ടികളാണ് ഇതിന് കാരണമെന്ന് ചോളരാജാവിന് മനസ്സിലായി. അപ്പോൾ രാജാവ് കുട്ടികളെ ആ രാജ്യത്തിൻ്റെ ചോളരാജ്യത്തിൻ്റെ തെക്കേ അതിർത്തിയായിട്ടുള്ള നാഗർകോവിലിന് സമീപമുള്ള പഞ്ചവങ്കാട്ടിൽ ഉപേക്ഷിച്ചു. അതിന് സമീപമുള്ള പഴകന്നൂർ ഗ്രാമമായി പിന്നീട് ഈ കുട്ടികളുടെ വിഹാര കേന്ദ്രം. നാട്ടിലെ 70 ഊരാൺമക്കാർ ചേർന്ന് മാന്ത്രികനായ നാഗർകോവിൽ നമ്പിയെ വരുത്തി നീലനെ ആവാഹിച്ച് തളച്ചു. ഈ ഓരോരോ ഉപദ്രവം ഉണ്ടായപ്പോഴേ നാഗർകോവിലിലെ നമ്പിയെയാണ് വിളിച്ചു വരുത്തി തളച്ചത്. നീലനെ മാത്രമേ തളയ്ക്കാൻ പറ്റുള്ളൂ. എന്നാൽ അദ്ദേഹത്തിന് നീലിയെ തളയ്ക്കാനേ ആയില്ല. ഇതിനിടയിൽ നാഗർകോവിൽ നമ്പിയെ നീലി കൊലപ്പെടുത്തി. പൂജാരി നമ്പിയുടെ പുനർജന്മമായ ആനന്ദൻ എന്ന കാവേരി പൂമ്പട്ടണം സ്വദേശി പഞ്ചവങ്കാട് വഴി മുസിരിസിലേക്ക് വ്യാപാരത്തിനായിട്ട് പോകാൻ ഒരുങ്ങിയൊരു ദിവസം. അപ്പോൾ കയ്യിൽ മാന്ത്രിക ദണ്ടുണ്ടായിരുന്നു ആനന്ദൻ്റെ. അപ്പോൾ ആനന്ദനെ തൊടാൻ നീലിക്ക് അതുകൊണ്ട് കഴിഞ്ഞില്ല. അയാൾ ഓടി പഴകന്നൂർ ഗ്രാമത്തിലെത്തി. ഇതിനിടയിൽ യക്ഷി മായ കാട്ടി കുട്ടിയോട് കൂടിയ ഒരു സ്ത്രീരൂപം ധരിച്ച് തൻ്റെ ഭർത്താവ് താനുമായി വഴക്കിട്ട് ഓടിപ്പോവുകയാണ് എന്ന് ഗ്രാമവാസികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അയാൾ യക്ഷിയാണ് അത് എന്ന് കരഞ്ഞു പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, യക്ഷി അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഊരാൺമക്കാർ 70 പേരും അയാളോടൊപ്പം മരിക്കുമെന്ന് സത്യം ചെയ്തു. നിവൃത്തിയില്ലാതെ അവിടെ കഴിഞ്ഞ ആനന്ദനെ രാത്രി തന്ത്രപൂർവ്വം നീലി വധിക്കും. പിറ്റേന്ന് രാവിലെ ആനന്ദൻ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോഴോ ഊരാൺമക്കാർക്ക് ആ പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി അവർ അഗ്നിപ്രവേശം ചെയ്തു, തീയിൽ ചാടി മരിച്ചു. അങ്ങനെ തൻ്റെയും തൻ്റെ സഹോദരൻ്റെയും മരണത്തിന് കാരണക്കാരായിട്ടുള്ള
ആനന്ദനെയും 70 ഊരാൺമക്കാരെയും നീലി വധിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ കുടിയിരിക്കുകയും ചെയ്തു. എന്നാൽ ഇതുപ്രകാരം യക്ഷി അടങ്ങിയില്ല എന്നും പിന്നീട് ക്രൈസ്തവ പുരോഹിതനായ കടമറ്റത്ത് കത്തനാരാണ് നീലിയെ തളച്ചതെന്നും കത്തനാർ തളച്ച നീലിയെ പത്തനംതിട്ട ജില്ലയിലെ പരുമല വലിയ പനയന്നാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുടിയിരുത്തി എന്നുമാണ് വേറൊരു ഐതിഹ്യം. അങ്ങനെ ഒന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ ഒരു വലിയ പ്രസിദ്ധമായിട്ടുള്ള ഒരു നാടോടി കഥയാണ് കളിയാങ്കാട്ട് നീലി. അപ്പോൾ ഈ പേരിൽ വളരെ പണ്ട് തന്നെ മലയാള ചലച്ചിത്രമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ഹിറ്റായിട്ടുള്ള പടമാണ്. പിന്നെ ഇപ്പോഴും അതിനെ സംബന്ധിച്ച് നാടോടി കഥകളും എല്ലാ കഥകളും കുട്ടികൾ അറിഞ്ഞ് കേട്ട് വളരണം. അതിന് വേണ്ടിയിട്ട് ഇതും കൂടെ ചേർത്തെന്ന് മാത്രം. ഭാവന വികസിക്കാൻ വേണ്ടിയും അതിലൂടെ പുതിയ പുതിയ കഥകൾ മെനയാൻ വേണ്ടിയും കഥകൾ കേൾക്കുക, വായിക്കുക, അറിയുക, പറയുക ഇതെല്ലാം അനിവാര്യമാണ്. അപ്പോൾ ദൈവീകമായിട്ടുള്ള കഥകൾക്കൊപ്പം എല്ലാതരം കഥകളും ആവശ്യമായതുകൊണ്ട് ഇത് കൂട്ടിച്ചേർത്തെന്ന് മാത്രം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.